മതി. ഇന്നൊരു കിഡിലൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയാലോ? വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റ്. അതും എണ്ണയില്ല, മസാലകളില്ല, തീ പോലും കത്തിക്കാതെ ആട്ടോ നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നത്. മക്കളെ വയറ്റിൽ വെജിറ്റബിൾസ് ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് പോക്കറ്റ് എന്നോ സാലഡ് പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കൊടുക്കന്നെ. സംഭവം ഞാനിത് ഡിന്നറിന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ സാലഡ് റെഡിയാക്കിയതാണ് കേട്ടോ. മക്കളൊന്നും കഴിക്കാത്തതുകൊണ്ട് ബ്രെഡ് പോക്കറ്റ് ആക്കി. അപ്പൊ ഇതൊരു ബൗളിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ നീളത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളി കേട്ടോ. പിന്നെ ഒരു ആപ്പിളിന്റെ പകുതി ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മുട്ട ഇതുപോലെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ സാലഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേത് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. മുട്ട പകുതിയാക്കി കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിൽ ഇട്ട് കൊടുക്കുക. 3 അല്ലി വെളുത്തുള്ളി, പാല്, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ചീസ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ പാല് കൂടി പോവണ്ട കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ഒനിയൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ആപ്പിളിന്റെ പകുതിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്യട്ടോ. അത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി എന്താ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, കഴിക്കുക. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കഴിക്കുക കേട്ടോ. കുറച്ച് തേനും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അപ്പൊ നമ്മൾ മാത്രം ഹെൽത്തി ആയാൽ പോരല്ലോ, മക്കളും കൂടെ ഹെൽത്തി ആവണല്ലോ എന്ന് കരുതിയിട്ടേ അവരിതിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പൊ ഞാനിത് ബ്രെഡിന്റെ ഉള്ളിൽ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കും. നല്ല ഫില്ലിങ് കൊടുക്കും. എന്നിട്ട് അത് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കും. ബ്രെഡ് പോക്കറ്റ് എന്നോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക. അപ്പം അങ്ങോട്ട് കഴിച്ചോളുന്നേ. അപ്പം ഞാനിതിൽ ക്യാപ്സിക്കും കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതേ ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. സംഭവം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഈ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സേവ് ആക്കുക, ട്രൈ ആക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.